94 നവംബർ മാസം 25-ാം തീയതിയാണ് സഖാവ് കൃഷ്ണന് വെടിയേറ്റത്. അന്ന് കോൺഗ്രസ് UDF ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരായിട്ടാണ് DYFയുടെ നേതൃത്വത്തിൽ യുവാക്കൾ പ്രതിഷേധിച്ചത്. പല സ്ഥലത്തും പ്രതിഷേധമുണ്ടായിട്ടുണ്ട്. അന്ന് കുത്തോളമിലെത്തുന്ന മന്ത്രിമാർക്ക് നേരെ കരിങ്കൊടി കാണിക്കാൻ തീരുമാനിച്ചത്. കയ്യിൽ കരിങ്കൊടിയുമായി മറ്റ് വഴികളൊന്നുമില്ലാതെ പ്രതിഷേധിക്കാൻ കൂത്തുപറമ്പ് ടൗൺ ഹാളിന് മുന്നിൽ, അതുപോലെ തന്നെ അവിടെ ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ബാങ്ക് കെട്ടിടത്തിൻ്റെ മുന്നിലൊക്കെ യുവാക്കൾ സംഘടിച്ചു നിൽക്കുകയായിരുന്നു. നിരായുധരായിട്ടുള്ള പ്രതിഷേധം നടത്താൻ വേണ്ടി മാത്രം തീരുമാനിച്ചിട്ടുള്ള ആ യുവജന കൂട്ടത്തിനെതിരായിട്ടാണ് അതിനിഷ്ഠൂരമായിട്ടുള്ള വെടിവെപ്പുണ്ടായത്. ലാത്തിച്ചാർജ് നടന്നു, പിന്നീട് വെടിവെപ്പുണ്ടായി. ആ വെടിവെപ്പിൻ്റെ ഘട്ടത്തിലാണ് വെടിയേറ്റ 5 സഖാക്കൾ കൊല്ലപ്പെട്ടത്. അന്ന് നട്ടലിന് വെടിയേറ്റ സഖാവ് പുഷ്പൻ പിന്നീട് ശയ്യാവലംബിയായി കിടന്നു. 5 രക്തസാക്ഷികൾക്കൊപ്പം ജീവിക്കുന്ന രക്തസാക്ഷിയായി സഖാവ് പുഷ്പൻ്റെ പേര് കൂടി ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടു. ആ സംഭവത്തിന് ശേഷം ഇന്ന് 20 വർഷം പിന്നീടുള്ള ഘട്ടത്തിലാണ് ജീവിക്കുന്ന രക്തസാക്ഷിയെ സഖാവ് പുഷ്പൻ നമ്മളെ വേറിട്ടിട്ടുള്ളത്. ഈ 30 വർഷക്കാലം നട്ടലിന് വലിയ ആഘാതമേറ്റ് ശയ്യാവലംബിയായി കഴിയുന്ന ഒരു രോഗിയായിരുന്നില്ല സഖാവ് പുഷ്പൻ. പോരാളികളുടെ പോരാളിയായിട്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ടാണ് ഞങ്ങൾക്കൊക്കെ അനുഭവപ്പെട്ടത്. ദീർഘകാലം ശയ്യാവലംബിയായി കഴിയുമ്പോൾ പലർക്കും അസ്വസ്ഥതയുണ്ടാവും, അസംതൃപ്തി ഉണ്ടാവും, അതിൻ്റേതായിട്ടുള്ള ചില എതിർപ്പുകൾ പ്രകടിപ്പിക്കും. പക്ഷേ പുഷ്പനെ കാണുന്ന ഓരോ സന്ദർഭത്തിലും അദ്ദേഹത്തിൻ്റെ വിപ്ലവ കരുത്തിൻ്റെ നിദർശനമാണ് നമുക്ക് കാണാനായത്. 94 നവംബർ 25-ന് എന്താണോ സഖാവ് പുഷ്പൻ്റെ മനോദാർഢ്യം, ഈ 30 വർഷക്കാലം രോഗശൈലിയിൽ കിടക്കുന്ന അവസരത്തിലും അത് നമ്മൾ കണ്ടു. എന്ന് മാത്രമല്ല, ഓരോ സന്ദർഭത്തിലും നാട്ടിലെ CPM-മായി ബന്ധപ്പെട്ട രാഷ്ട്രീയം, അതുപോലെ DYFയുടെ നയ സമീപനങ്ങൾ, പരിപാടികൾ, അതൊക്കെ കൃത്യമായി പിന്തുടരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു സഖാവ് പുഷ്പൻ്റെ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കഴിയുന്ന ഘട്ടത്തിൽ ഞാൻ വന്ന് കണ്ടിരുന്നു. ആ അവസരത്തിൽ അദ്ദേഹത്തെ വിളിച്ചു. അതിനു മുമ്പൊക്കെ വരുമ്പോൾ അദ്ദേഹത്തെ വിളിക്കും, സംസാരിക്കും, അദ്ദേഹം പല കാര്യങ്ങളും അന്വേഷിക്കും. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ഗൃഹപ്രവേശനത്തിന് എന്നെ ഫോണിൽ വിളിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങളൊക്കെ അങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും കാണുകയുണ്ട്. ആ ഓരോ സന്ദർഭത്തിലും അദ്ദേഹത്തിൻ്റെ മനക്കരുത്താണ് നമുക്കൊക്കെ ബുദ്ധിമുട്ട്. ആ വിപ്ലവ ദാർഢ്യമാണ് സഖാവ് പുഷ്പനെ മറ്റ് പലരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. വിപ്ലവ കരുത്തിന് മുമ്പിൽ നമ്മളെല്ലാം ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. 30 നീണ്ട വർഷക്കാലം തൻ്റെ ശാരീരികമായിട്ടുള്ള അവശതകളോട് പൊരുതിക്കൊണ്ട് ഡോക്ടർമാരുമായും പരിചരിക്കുന്ന മറ്റ് സഖാക്കളുമായിട്ടും നല്ല സാഹോദര്യ ബന്ധം പുലർത്തി എല്ലാവരുമായിട്ടും സൗഹൃദം, എല്ലാവർക്കും പ്രചോദനം, അതായിരുന്നു സഖാവ് പുഷ്പൻ. ആ പുഷ്പൻ ഇന്ന് നമ്മളെ വേർപിരിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഒരിക്കലും മരിക്കുന്നില്ല.